സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് ഒരു ലേഡീസ് ഡേ ഔട്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മളപ്പോൾ തിരഞ്ഞെടുത്തേക്കുന്നത് ഒരു ക്രൂയിസാണ്. അത് ദുബായിലെ ജദ്ദാഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ പോർട്ടിലേക്കാണ് നമ്മൾ പോണത്. അങ്ങനെ ഒരു സാറ്റർഡേ ഈവനിങ്ങിൽ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് ഈ പോർട്ടിൻ്റെ അവിടെ എത്തിച്ചേർന്നു. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനൊരു ക്രൂയിസിന് പോയിട്ടുണ്ട്, പക്ഷേ അത് ദേറയിൽ നിന്നാണ് പോയേക്കണത്. ഇപ്പോൾ ഈ ജദ്ദാഫ് എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് പോണത്. പള്ളിയിൽ നിന്നുള്ള സമാജത്തിൻ്റെ ട്രിപ്പായതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനും അതുപോലെ തന്നെ ബിജുവും ജെറിയും ഞങ്ങളുടെ ലേഡീസിൻ്റെ ഒരു 30 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുമായിരുന്നു പോയിരുന്നത്. അങ്ങനെ സമയമായി നമ്മളെല്ലാവരും തന്നെ ഇതിൻ്റെ അകത്തേക്കൊന്ന് എൻട്രി ചെയ്യാനായിട്ട് നോക്കുകയാണ്. ആ കിടക്കണ ബോട്ടിലാണ് നമ്മൾ പോണത്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിലുള്ളൊരു 3-4 പേര് ഇതുവരെ എത്തിയിട്ടില്ല. അവർക്ക് വഴി തെറ്റിയിട്ട് അവർ ഓൺ ദി വേ ആണ്. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേര് ദുബായിൽ വന്നിട്ട് സമയമില്ലാത്തത് കൊണ്ട് ഈ ക്രൂയിസിന് പോകാനായിട്ട് പറ്റാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി കൂടിയിട്ട് ഇത് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ കരുതുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പതിയെ ബോട്ടിൻ്റെ അകത്തേക്ക് കയറി തുടങ്ങുകയാണ്. ഇതിൻ്റെ താഴെ ഒരു സ്പേസ് ഉണ്ട്, ഒരു ഹോള്. അതിൻ്റെ അകത്ത് ഏതോ ബർത്ത്ഡേ പാർട്ടി നടത്തുകയാണ് ഇപ്പോൾ അവർ. നമ്മളെല്ലാവരോടും കൂടിയിട്ട് അപ്സ്റ്റേഴ്സിലേക്കാണ് പോകുന്നത്. എല്ലാവരും തിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. നമ്മളുടെ ഒരു 3-4 പേര് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടേ ഉള്ളൂ, ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ അപ്സ്റ്റേഴ്സിലേക്ക് കയറി. അവിടെ നമുക്ക് ഇരിക്കാനുള്ള ചെയറുകളുണ്ട്. നമ്മൾ മാത്രമല്ല, വേറെ കുറച്ച് ആൾക്കാരോട് കൂടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ കയറിയിട്ടുണ്ട്. അത് വേറൊരു ഗ്രൂപ്പാണ് കേട്ടോ. അറ്റ് ലാസ്റ്റ് നമ്മുടെ വഴി തെറ്റിപ്പോയ കുഞ്ഞാടുകളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ആയി. അപ്പോൾ ആദ്യത്തെ പടിയായിട്ട് സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അച്ഛൻ അവിടെ എല്ലാം പോയി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കി ഉറപ്പാണ്, കറക്റ്റാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥനയോടുകൂടി നമ്മൾ ട്രിപ്പ് ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കപ്പിത്താൻ ഇതാണ്. ഇവിടെ ഉള്ളതിൽ ചെറിയൊരു ബോട്ടിലാണ് നമ്മൾ ട്രാവൽ ചെയ്യണത്. ഇതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയുള്ള വലിയ ബോട്ടുകൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഒത്തിരി ആൾക്കാർ ഗ്രൂപ്പായിട്ട് വന്ന് കയറണുണ്ട്. മിക്കവാറും ഇത് ഈവനിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. നല്ലപോലെ ഇരുട്ടൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എല്ലാ സൈഡിലുള്ള ലൈറ്റുകളെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഈ ബോട്ടിലും ഒരു ക്യാമറാമാനുണ്ട്. ഇത് ഫ്രീ അല്ല, നമ്മൾ പൈസ കൊടുക്കണം. ഏത് പോസിൽ നിന്ന് വേണമെങ്കിലും അയാൾ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. ഇനി നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല പ്രോഗ്രാമുകളും ചെയ്യുന്നുണ്ട്. നമുക്കത് വാച്ച് ചെയ്യാം. അയാൾ ജിപ്സി പോലത്തെ ഒരു സാധനം ബാലൻസ് ചെയ്യണത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരെയും വിളിച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും കേട്ടോ പുള്ളിക്കാരൻ. നമ്മുടെ അച്ഛനെയും പുള്ളിക്കാരൻ വെറുതെ വിട്ടിട്ടില്ല. ഈ ബോട്ടിലിരുന്ന് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. രാത്രി ആകുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ലൈറ്റൊക്കെ നന്നായിട്ട് വരും. ഇപ്പോൾ നമ്മൾ ബുർജ് ഖലീഫയുടെ ആ സൈഡാണ് കണ്ടുവച്ചിരിക്കുന്നത്. ഇനി നമുക്കൊക്കെ കഴിക്കാനുള്ള ഫുഡ് ഒരു ചെറിയ ബോട്ടിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നത് സൈഡിൽ നിർത്തിയിട്ട് അത് നമ്മുടെ ബോട്ടിലേക്ക് പാസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഈ ബോട്ടിൻ്റെ വേറൊരു സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. രാത്രി കാണാൻ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. എന്ന് വിചാരിച്ച് നമുക്ക് കണ്ടില്ല എന്ന് വിചാരിച്ച് വലിയ നഷ്ടമുള്ള കാര്യമൊന്നുമല്ല. കാണാത്തവരും കാണാതെ പോയവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. ഇനി കാണാതെ പോയവർ ഒട്ടും സങ്കടപ്പെടേണ്ട. ഇതിൻ്റെ അകത്ത് ഞാൻ ഫുള്ള് നിങ്ങൾ എന്തെല്ലാം കണ്ടുകൊണ്ട് കാണണം അതെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും കൂടെ കൂട്ടിയിട്ടൊന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു വെള്ളത്തിലുള്ള. പക്ഷേ നമ്മൾ ഈ ബോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചിരിക്കണം, കാരണം വെള്ളം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നത് കേട്ടോ. ഫുഡിൻ്റെ സമയമായിട്ടുണ്ട്. നമുക്കിനി എല്ലാവർക്കും പതുക്കെ ഫുഡിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാം തന്നെ എന്ന് പറയാം വെജ് ഐറ്റംസാണ്. ആകെ ഒരു ഐറ്റം മാത്രമാണ് നോൺ വെജ് ആയിട്ടുള്ളതുള്ളൂ.
ഫുഡിൻ്റെ കാര്യത്തിൽ ആരും തന്നെ അത്ര സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എന്നാലും നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടുവച്ചിരിക്കാം. ഈ ബിൽഡിങ്ങുകൾ ലൈറ്റുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഈ ബോട്ടിൽ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ക്രീക്കിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം ഇതിൽ തന്നെ നമുക്കിത് ഈ ലൈറ്റുകളെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. ഏതായാലും നമുക്ക് പറഞ്ഞ സമയം 2 മണിക്കൂറായിരുന്നു. പക്ഷേ 2 മണിക്കൂറൊന്നും നമുക്കിതിന് വേണ്ടിയിട്ട് ഈ ബോട്ട് യാത്രയ്ക്കൊന്നും അവർ തന്നില്ല. അതിനു മുമ്പേ നമ്മളെ കൊണ്ടുപോയിട്ട് തിരിച്ച് അവരെ ഇറക്കാൻ പോവുകയാണ്. കാരണം അടുത്ത ട്രിപ്പിന് കയറാനുള്ള ആൾക്കാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മളെല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങി പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ചെറിയ ബോട്ടാണ്. ബോട്ടിൽ നിന്ന് തന്നെയാണോ അതിന് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അതിൻ്റെ അകത്ത് 2 ലേഡീസ് മാത്രമേ ഉള്ളൂ. അവർ ഫുഡൊക്കെ കഴിച്ച് വളരെ എൻജോയ് ചെയ്തിട്ടാണ് ആ യാത്ര നടത്തുന്നത്. ഈ ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് പള്ളിയിലേക്ക് പോവാണ്. അവിടെ നമ്മൾ കുറേ ഗെയിംസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ബാർബിക്യൂ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. അതിനോടൊക്കെ നമ്മുടെ പിള്ളേർ കുറേ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പള്ളിയിലെത്തി. നമ്മുടെ സന്ധ്യാപ്രാർത്ഥന എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗെയിംസിലേക്ക് കടന്നേക്കാണ്. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ട് യാത്രേനേക്കാളും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഈ ഒത്തുകൂടലും ഈ ഗെയിംസും ആ ബാർബിക്യൂ ഒക്കെ ആയിരുന്നു. ഇതിൻ്റെ അകത്ത് ഒരുപാട് പേർക്ക് വരണമെന്നും എൻജോയ് ചെയ്യണമെന്നും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ കുറേ പേർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, കുറേ പേർക്ക് ഫാമിലിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം കഴിച്ചിട്ട് വേണ്ടേ നമുക്ക് പോരാനായിട്ട്. അപ്പോൾ അത് ഇനി നമുക്കൊരു ചാൻസ് വന്നു കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് ഒരവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ കണ്ട ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ആരും തന്നെ ഈ ഗെയിംസിൽ നിന്ന് മാറി നിന്നില്ല. അതായത് എല്ലാവർക്കും ഇനിയും ഗെയിംസ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യത്തോടെ നല്ല ടീം സ്പിരിറ്റോട് കൂടിയിട്ടാണ് ഇവിടെ എല്ലാവരും ഈ കളികളെല്ലാം ചെയ്തത്. ഈ ഗെയിംസിൽ തീർച്ചയായിട്ടും വിന്നേഴ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ വിന്നേഴ്സിന് മാത്രമായിട്ടല്ല, അന്ന് വന്നിരുന്ന എല്ലാവർക്കും തന്നെ ഒരു ഒറിജിനൽ പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അതെല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷമാണ് നമ്മളെല്ലാവരും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. അതിനുശേഷം ബാർബിക്യൂ ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, മറക്കാതെ കൊണ്ട്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.